ഇവിടെ ഓടൂല കേരളത്തിൽ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോളണം എന്നില്ല, എന്നാലും ഒരു പ്രാവശ്യം നമുക്ക് ബോറടിക്കാതെ. മ്യൂസിക്കും മറ്റു കാര്യങ്ങളൊക്കെ ജോറായിട്ടുണ്ട്, ഉഷാറായിട്ടുണ്ട്. പക്ഷേ നമ്മൾ മലയാളികൾ എത്രത്തോളം അക്സെപ്റ്റ് ചെയ്യുന്നുള്ള കേസ് വലിയ പാടാണ്. ഒരു ആവറേജ് 70 കോടി അടിച്ച് തന്നെ ബ്രേക്ക് വീണാവും. അതിന് മുമ്പേ 2 ദിവസം കൊണ്ട് പടം കത്തിക്കയറും. അവിടെയൊക്കെ എങ്ങനെയാണെന്ന് അറിയത്തില്ല, നല്ല സെറ്റാണ്. ഉണ്ടെന്ന് ഇപ്പോൾ ചെറിയൊരു ഇത് കൂടി ഇട്ട് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് നോർത്ത് ഓഡിയൻസിന് ഒരു വർക്കാവും ഇങ്ങനെയൊരു കാര്യം വരുമ്പോഴത്തേക്കും. അങ്ങനെ ഹനുമാന് ശേഷം തേജസജ നായകനായി കൂടെ ജഗവതി ബാബു, ജയറാം, ശ്രേയ തുടങ്ങിയ നീണ്ട താരങ്ങൾ നിൽക്കുന്ന മിറ ഇന്ന് റിലീസാണ്. അപ്പോൾ സിനിമയോടൊന്ന് സിനിമ കണ്ട പ്രശ്നം നിങ്ങളും സിനിമ കണ്ടവരും സിനിമ വിലയിരുത്താൻ കമൻറ്റ് ചെയ്യുക. ഗ്രാഫിക്സ് ആണ് പടം, നമുക്ക് ഇഷ്ടപ്പെട്ടില്ല. കൊല്ല പടം മനസ്സിലാകണില്ല. കുറേ ദൈവങ്ങളുടെ കുറേ കഥ കാണിക്കുന്നു. ഇവിടെ ഓടൂല കേരളത്തിൽ. കുറേ ഗ്രാഫിക്സും ഉണ്ട്, കുറേ കാര്യങ്ങളെല്ലാം കാണിക്കുന്നുണ്ട്. ഈ മറ്റേ വേറെ മലയാളം വന്നില്ലേ ലോക, അതുപോലത്തെ ഇത് വേറെ ഒരു കഥ. ആക്ഷൻ ഉണ്ട്, പക്ഷേ ഇവിടെ കേരളത്തിൽ എന്തായാലും പോകും. ജയറാം മറ്റേ അകത്തിയർ മുനിയർ പോലെ 2 സീനിന് പറഞ്ഞുണ്ട്. അത്രേ ഉള്ളൂ. പടമാണ് സെറ്റ്. എന്തായാലും അവനൊരു ടയർ 3 ടയറിലോട്ട് കയറാനുള്ള സാധനങ്ങളുണ്ട്. അത്രക്ക് അടിപൊളിയായിട്ടുള്ള പടമാണ്. എല്ലാ കാര്യങ്ങളും ഉണ്ട്. അത്രക്ക് നല്ല സ്ക്രിപ്റ്റും എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. പടം എന്തായാലും പ്രഭാസില്ല, പ്രഭാസ് വോയിസ് ഓവറേ ഉള്ളൂ. അത് ഇന്നലെ തന്നെ പറഞ്ഞായിരുന്നു. എന്തായാലും അവൻ കിടിലം പടം തന്നെയാണ്, നല്ല രീതിയിൽ കളക്ട് ചെയ്യും. കണ്ട് 70 കോടി അടിച്ച് തന്നെ ബ്രേക്ക് വീണാവും. അതിന് മുമ്പേ 2 ദിവസം കൊണ്ട് പടം കത്തിക്കയറും. അവിടെയൊക്കെ എങ്ങനെയാണെന്ന് അറിയത്തില്ല, നല്ല സെറ്റാണ്. ജയറാം അടിപൊളിയാണ്. ജയറാം ചെയ്ത പടങ്ങളുണ്ടല്ലോ, അത് വെച്ച് ഏറ്റവും കിടിലം ക്യാരക്ടർ ഈ പടത്തിലെ. BGM ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും മറ്റു കാര്യങ്ങളൊക്കെ ജോറായിട്ടുണ്ട്, ഉഷാറായിട്ടുണ്ട്. പക്ഷേ നമ്മൾ മലയാളികൾ എത്രത്തോളം അക്സെപ്റ്റ് ചെയ്യുന്നുള്ള കേസ് വലിയ പാടാണ്. ഒരു ആവറേജ്. ഹനുമാനൊക്കെ ഒന്ന് ഹിറ്റായി നിൽക്കില്ലേ, അപ്പം അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇല്ല, പൗരാണിക ചരിത്രവുമായി ഡിപ്പെൻഡ് ചെയ്ത് നോക്കുമ്പോൾ അതൊരു വിശ്വാസത്തിൻ്റെ ഭാഗമാണ്. അത്തരത്തിൽ നോക്കുമ്പോൾ ഇഷ്ടപ്പെടും, എല്ലാവർക്കും ഇഷ്ടപ്പെടും. കാരണം നല്ല രീതിയിൽ BGM ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കൊക്കെ എടുത്തിട്ടുണ്ട്. എസ്പെഷ്യലി പക്ക ക്യാമറ വർക്ക് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ 3 മണിക്കൂറിലിട ലാഗില്ലാതെ കണ്ടിരിക്കാൻ പറ്റുന്നുണ്ടോ? തീർച്ചയായിട്ടും നമുക്ക് ലാഗ് കണ്ടുകൊണ്ടിരിക്കാം, ബട്ട് 1 ടൈം വാച്ചബിൾ. പടം ഒരു പ്രാവശ്യം കണ്ടിരിക്കാം, അത്രേ ഉള്ളൂ പടത്തിനകത്ത്. പിന്നെ പറയണ പോലെ ഒരു പ്രത്യേക ഒരു സൈപ്പാണ്. നമ്മളെ പുരാതന ഇതിഹാസത്തിനെയൊക്കെ കൊണ്ടിട്ട് വേറൊരു രീതിയിലേക്ക് കൊണ്ടുവച്ചിട്ടുണ്ട്. നല്ല കിടിലം മേക്കിംഗ് ആണ്. VFX ഒക്കെ എടുത്തു പറയേണ്ട ഒരു സംഭവമാണ്. പിന്നെ ആ VFX ഏകദേശം ആ രീതിയിൽ വളരെ പ്രോമിസിംഗ് ആയിട്ട് ചെയ്തിട്ടുണ്ട് പരിപാടി. VFXും പരിപാടിയും, പിന്നെ അതിൻ്റെ ലൊക്കേഷൻ വൈസും ക്യാമറ, പിന്നെ ടെക്നിക്കലി ഫുള്ളി സാറ്റിസ്ഫൈ ചെയ്യുന്നൊരു സിനിമ തന്നെയാണ്. പിന്നെ കഥ എല്ലാവർക്കും അങ്ങനെ ഒരു ഇഷ്ടപ്പെട്ടോളണമെന്നില്ല. ഒരു ഹിന്ദു മിത്ത് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് ഒരു അവിയിൽ പരിവാക്കിയിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. ബോറടിക്കത്തില്ല സിനിമ. ദൈവങ്ങളെ കൂട്ടുപിടിക്കുന്ന ട്രെൻഡ് ഇപ്പം അല്ല, അങ്ങനെയൊന്നും പറയാനൊന്നും പറ്റത്തില്ല. അതും ഒരു രാഷ്ട്രീയമാണല്ലോ, അതും ഒരു രാഷ്ട്രീയമാണ്. അതിനെക്കുറിച്ചൊന്നും പറയാൻ നമ്മളാളല്ല. എന്നാലും സിനിമയായിട്ട് കാണുന്ന വിധത്തിൽ കുഴപ്പമൊന്നുമില്ല. കുറച്ച് പുരാണങ്ങളൊക്കെ വളച്ചൊടിച്ചിട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതിൻ്റെ ഒന്നും ആവശ്യമില്ലെന്ന് തോന്നി. പിന്നെ ഒരു എൻ്റർടൈൻമെൻറ്റ് ഫാക്ടർ എന്നുള്ള രീതിയിൽ ഓക്കെയാണ്. ഒരു പ്രാവശ്യം, അതെ ഒരു പ്രാവശ്യം ബോറടിക്കാതെ കാണാം. ജയറാം വലിയ മറ്റേ നമ്മുടെ പൊന്നിയൻ സെൽവത്തിനേക്കാളും വളരെ മികച്ച രീതിയിൽ ചെയ്തിട്ടുണ്ട്. ജയറാം ചെയ്തിട്ടുണ്ട്, വലിയ കുഴപ്പമൊന്നുമില്ലാതെ തന്നെ ചെയ്തിട്ടുണ്ട് ജയറാം. പ്രഭാസിന്റെ സ്ഥാനമൊക്കെ പോയി, നായകനാവോ ഇനി? അതൊന്നും അതിനുള്ള ഫിസിക്കും ബാക്കിയുള്ള സംഭവങ്ങളൊന്നുമില്ല. പക്ഷെ അഭിനയമൊക്കെ കൊള്ളാം. ഒരു പക്ക ഒരു തെലുങ്കുകാരൻ അഭിനയിക്കുന്ന രീതിയിലുള്ള ഒരു കാലിബറുള്ള നടൻ തന്നെയാണത്. വില്ലനായിട്ട് വന്ന ക്യാരക്ടർ ഡിമാൻഡ് ചെയ്യുന്ന വിധത്തിൽ ചെയ്തിട്ടുണ്ട്. ഒരു ഓവർ എന്ന് തോന്നുന്ന വിധത്തിൽ. പക്ഷേ ആ ക്യാരക്ടർ മനസ്സിലാക്കുന്ന സമയത്ത് ശകലം ഒരു ഓവറായി കഴിഞ്ഞാൽ ആ ക്യാരക്ടർ എടുക്കുള്ളൂ എന്നുള്ളതാണ്. കൊള്ളാം. ഒരു കൺസെപ്റ്റും തോട്ടും പഴയ സംഭവങ്ങൾ, ഇപ്പോൾ ലോകയൊക്കെ ചെയ്തതുപോലെ പഴയ മിത്തുകളൊക്കെ എങ്ങനെയാണ് ഇതിലേക്ക് കൊണ്ടുവരേണ്ടതെന്നുള്ള രീതിയിൽ നല്ല രീതിയിൽ ചെയ്തു വെച്ചിട്ടുണ്ട്. അത് അങ്ങനെയൊന്നുമില്ല. പുള്ളി അവിടുത്തെ യങ് ആക്ടർ അത്രേ ഉള്ളൂ. പ്രഭാസ് അവിടുത്തെ ടോപ്പ് സ്റ്റാർ. പുള്ളി സ്റ്റാർട്ടിങ്. എങ്ങനെയുണ്ട് മൊത്തത്തിൽ പടം? എങ്ങനെയുണ്ട് പടം? എന്റർടൈൻമെന്റ് ആണ്, കണ്ടിരിക്കാം. ഒരു തിയേറ്റർ പടത്തിന്റെ പ്രൊമോഷൻ വന്നപ്പോൾ ഇങ്ങനെ പറയണ്ട, ഇതിന്റെ തന്നെ ഈ ലോക മലയാളത്തിലെ മിന്നൽ മുരളി എല്ലാം കൂടെ ചേർന്ന ഒരു യൂണിവേഴ്സ് ഒക്കെ ചെയ്യണം. ഇത് അത്രയ്ക്കൊന്നും നമ്മളെ ലോകമായിട്ടൊന്നും കമ്പയർ ചെയ്യാൻ പറ്റില്ല. എന്നാലും കണ്ടിരിക്കാന്നൊരു എന്റർടൈൻമെന്റ്. നമ്മൾ TV-ലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ തെലുങ്ക് പടം ആ ഒരു ഇതുണ്ട്. ലാഗൊന്നുമില്ല, എന്നാലും നമുക്ക് കണ്ടിരിക്കും. ജയറാം എങ്ങനെയുണ്ട്? ജയറാം കുറച്ച് സീനേ ഉള്ളൂ, കുഴപ്പമില്ല. കൂറയൊന്നും അല്ല. ബാക്കിയുള്ള പടത്തിനെ കൊണ്ട് അലിമ്പാക്കിയതുപോലെ കാണുന്ന പോലെ ആ ഒരു ഇതില്ല. ഇതിൽ നല്ലൊരു റോൾ തന്നെ കൊടുത്തേക്കും.
മിറായി കുഴപ്പമില്ല, പക്ഷേ നമ്മളൊരു കണ്ട് പഴകിയ ഒരു തീമാണ് ഒരു സിനിമയുടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് പുതുമയെന്ന് പറയാനായിട്ട് ഇങ്ങനെ യാതൊന്നും അവകാശപ്പെടാനില്ല. ഇപ്പം ലോക എന്ന സിനിമയാണെങ്കിൽ നമുക്ക് പറയാം ഒരു പാത്ത് ബ്രേക്കിംഗ് ആയിട്ടുള്ള ഒരു മലയാള ഇൻഡസ്ട്രിയെ സംബന്ധിച്ച് അങ്ങനത്തെ രീതിയിൽ നമ്മൾ കേട്ട് പഴകിയ ആ ഒരു മിത്തോളജിക്കൽ ഫാക്ടേഴ്സിനെ കൊണ്ടുവന്നിട്ട് ഒരു ഇന്നത്തെ ഒരു മോഡേൺ വേൾഡിൽ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതും ഏകദേശം അതേപോലത്തെ ഒരു സംഭവമാണ്. മോഡേൺ വേൾഡ് നടക്കുന്ന കാര്യങ്ങളൊക്കെ തരണം, പക്ഷേ ഒരു എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒന്നും അതിനകത്തില്ല. കാരണം നമുക്ക് ഈസി ആയിട്ട് തന്നെ നമുക്ക് സിനിമ തുടങ്ങുമ്പോൾ തന്നെ നമുക്കറിയാം ക്ലൈമാക്സ് ഇങ്ങനെ ആയിരിക്കും എന്നറിയാം. അങ്ങനെ പ്രത്യേകിച്ച് ഒന്നും ഒരു ട്വിസ്റ്റോ ടേൺസോ കാര്യങ്ങളൊന്നും ഇല്ലാതെ ഒരു പ്ലെയിൻ ആയിട്ട് ഇങ്ങനെ പോവുകയാണ്. പിന്നെ കുഴപ്പമില്ലാത്ത രീതിയിൽ എല്ലാവരും പെർഫോം ചെയ്തിട്ടുണ്ട്. തേജ സജ്ജ, ഞാൻ അദ്ദേഹത്തിന് ഇതിനു മുമ്പ് ഹനുമാൻ എന്ന സിനിമ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പം അതിന്ന് അവിടെ ഹനുമാനായിരുന്നെങ്കിൽ ഇവിടെ രാമനെ കൊണ്ടുവന്നിട്ടുണ്ട് ഈ ഒരു സിനിമയ്ക്കകത്ത്. ദൈവങ്ങൾ കടന്നുകയറ്റ സിനിമയ്ക്കകത്ത് ഇപ്പം ഉണ്ടെന്നോ തോന്നലുണ്ടോ? ഉണ്ടെന്നോ ഇപ്പോൾ ചെറിയൊരു ഇത് കൂടി ഇട്ട് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് നോർത്ത് ഓഡിയൻസിന് ഒരു വർക്കാവും ഈ ഒരു കാര്യം വരുമ്പോഴത്തേക്കും. രാമൻ പ്രത്യേകിച്ച് രാമൻ എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ഭയങ്കര സെൻറ്റിമെൻറ്റ്സ് കുറേ കൊണ്ട് നോർത്ത് ഇന്ത്യൻസിന് കൂടുതലാണല്ലോ. അപ്പം അതുകൊണ്ടായിരിക്കാം ആ ഒരു ഫാക്ടറും കൂടെ കൊണ്ടുവന്നിരുന്നത്. എന്നാലും വലിയ കുഴപ്പമില്ലാതെ ഭയങ്കര മോശം സിനിമയെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. പക്ഷേ ഇതിനകത്ത് കഥയ്ക്ക് അങ്ങനെ പുതുമകൾ യാതൊന്നും അവകാശപ്പെടാനില്ല. അതാണ് അപ്പം ജസ്റ്റ് ഒന്ന് കണ്ടിരിക്കാം എന്നുള്ളൊരു ഒരു അഭിപ്രായം മാത്രമേ എനിക്കുള്ളൂ.